ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ മുൻ പിഎയുടെ കൊലപാതക കേസിൽ 5ാം പ്രതിയും അറസ്റ്റിൽ. വിനയ് റായിയെ വാരണാസിയിൽ നിന്നാണ് സിബിഐ പിടികൂടിയത്. ദീർഘനാളായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ യുപി പോലീസിന്റെ സഹായത്തോടെയാണ് വലയിലാക്കിയത്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, വെരി ഗുഡ് മോർണിംഗ്. ഈ സുവേന്ദു അധികാരിയുടെ പിഎയുടെ കൊലപാതകം കോടികൾ കൊടുത്തുള്ള ഒരു കൊട്ടേഷനാണെന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. നമ്മൾ ആ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അറിയാം. നന്ദൻ, 1 മിനിറ്റ് പോലും തികച്ചെടുത്തില്ല. 1 മിനിറ്റ് പോലും എടുക്കാതെയാണ് ആ കൊലപാതകം വളരെ കൃത്യമായി വ്യക്തമായി നടത്തിയത്. അപ്പോൾ 5ാം പ്രതിയും അറസ്റ്റിലാകുമ്പോൾ ആർക്ക് വേണ്ടിയാണ് ഈ കൊട്ടേഷൻ എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? 5ാം പ്രതിയെ എവിടെ നിന്നാണ് പിടികൂടിയത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഇദ്ദേഹത്തിൽ നിന്നും അറിയാൻ കഴിയുന്നത്? നന്ദൻ, വിനയ് റായ് എന്നയാളെ വാരണാസിയിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയിരുന്നത്. CBI അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലോക്കൽ പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ ഈ വാരണാസിയിൽ ഒരു കേന്ദ്രത്തിൽ ഒളിവിൽ കഴിയുന്നു എന്ന് CBIക്ക് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് CBI സംഘം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഈ വാരണാസിയിലെത്തുന്നത്. അവിടെ ലോക്കൽ പോലീസിന്റെ സഹായത്തോടു കൂടി ഇയാളെ വളഞ്ഞിട്ട് പിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് CBI വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇയാളെ വാരണാസിയിലെ കോടതിയിൽ ഹാജരാക്കി, ട്രാൻസിറ്റ് കോടതിയിൽ ഹാജരാക്കി. പിന്നീട് ഇയാളെ പശ്ചിമ ബംഗാളിലേക്ക് കൊണ്ടുപോകും. അവിടെ എത്തിച്ചായിരിക്കും ഇയാളെ കൂടുതൽ വിശദമായി തന്നെ ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യലിലായിരിക്കും എന്താണ് ഇയാളുടെ പങ്ക് എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരിക. ഏതായാലും ഈ കൃത്യത്തിൽ നേരിട്ടും അതേപോലെ തന്നെ ഇതിൻ്റെ ആസൂത്രണവുമായൊക്കെ ബന്ധപ്പെട്ട് ഇയാൾക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് CBI ഇതിനോടകം തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യപ്രതിയെ മുസാഫർ നഗറിൽ നിന്നും CBI സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. ഈ പ്രതികളൊക്കെ ഉത്തർപ്രദേശിൻ്റെ പല ഭാഗങ്ങളിലായി ഒളിവിൽ കഴിയുന്നു എന്നുള്ളതാണ് CBI സംഘത്തിന് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പല സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് CBI വളരെ വ്യാപകമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നലെ വൈകുന്നേരത്തിൽ ഈ CBI സംഘത്തിന് ഇത്തരമൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്. വാരണാസിയിൽ ഈ പ്രതി ഒളിവിൽ കഴിയുന്നു എന്നുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ CBIയുടെ പ്രത്യേക സംഘം വാരണാസിയിലെത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ കേസിൽ ഏതാണ്ട് 5 പ്രതികളോളം തന്നെ അറസ്റ്റിലായിട്ടുണ്ട്. കൂടുതൽ പേരെ അറസ്റ്റിലാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഇതിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് CBI ഇതിനോടൊപ്പം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല പണം ഇതിലേക്ക് ധാരാളമായി ഒഴുകിയെത്തിയിട്ടുണ്ട്. വാടക കൊലയാളികൾ, ഷാർപ്പ് ഷൂട്ടർമാരെ അടക്കം എത്തിച്ചുകൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ എന്താണ് ഇതിന് പിന്നിൽ എന്നുള്ളത് കൃത്യമായി തന്നെ അന്വേഷണ സംഘം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഒരു വഴിയിലേക്ക് ഇപ്പോൾ CBI സംഘം കടന്നിരിക്കുകയാണ്. കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുവാൻ വേണ്ടിയിരിക്കുന്നു. ഇതിനിടയിലാണ് ഇയാളെ 5ാം പ്രതി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഇയാളിൽ നിന്നും ചില നിർണായക വിവരങ്ങൾ ലഭ്യമാകുമെന്നുള്ളതാണ് CBI സംഘം പ്രതീക്ഷിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. അശ്വതി. ശരി നന്ദൻ, വിവരങ്ങൾ വ്യക്തമാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. ഈ കേസിലെ പ്രതികളെ എല്ലാം പിടികൂടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നന്ദനാണ് വിവരങ്ങൾ ഡൽഹിയിൽ നിന്നും പങ്കുവച്ചത്.